നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണെന്ന് അവകാശപ്പെടുകയും അതിന് തെളിവുകളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാചകൻ്റെ മുടിയാണോ അല്ലയോ എന്ന് തെളിയിക്കുവാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെങ്കിൽ നിഴലുണ്ടാവില്ല. രണ്ടാമത്തത്, കത്തിച്ചാൽ അത് തീയിന് കത്തുകയില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്നതാണ് ഹദീസുകൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ആ വിഷയമായി വന്ന രണ്ട് ഹദീസുകളുണ്ട്. രണ്ട് ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ പ്രബലമല്ലെങ്കിലും ഉള്ള ഹദീസിൽ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ പ്രവാചകന് നിഴലുണ്ട് എന്നതാണ് തെളിവ്. നിഴലില്ല എന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന ഹദീസുകളോട് കടയാകുന്ന തുല്യമാകുന്ന ഒരു തെളിവുകളും അവരെ കയ്യിലില്ല. പ്രവാചകൻ പ്രകാശമാണ് എന്നുള്ള വാദങ്ങൾ സൂഫി ചിന്തകർക്കുണ്ട്. അതിൻ്റെയൊക്കെ ഉൽപ്പന്നമായിരിക്കണം നിഴലില്ല എന്ന് പറയുന്ന വാദം എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നൊരു യാത്രയിലൊരു സംഭവം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യാത്ര തിരിച്ചു വരുന്ന സമയത്ത് സഫിയ റളിയല്ലാഹുവിൻ്റെ ഒട്ടകം ക്ഷീണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹുവിനെ സൈനബ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തിൽ കയറ്റാൻ വേണ്ടി സൈനബ റളിയല്ലാഹുവിനോട് പറഞ്ഞു. സൈനബ റളിയല്ലാഹുവിന അതിനെ പ്രതികരിച്ചത്, ആ യഹൂദി പെണ്ണിനെ എൻ്റെ ഒട്ടകത്തിൽ കയറ്റുകയോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. സഫിയ റളിയല്ലാഹുവിൻ്റെ യഹൂദ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന പ്രവാചകൻ്റെ ഭാര്യയാണ്. അപ്പം അത് പ്രവാചകൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു വാക്കാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സൈനബ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് സാധാരണ വരുന്നത് പോലെ പ്രവാചകൻ വന്നില്ല. അങ്ങനെ സൈനബ റളിയല്ലാഹു പ്രവാചകന് തന്നോട് കോപമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇനി വരില്ല എന്ന് കരുതുകയും ചെയ്തിട്ടുള്ളൊരു ഘട്ടമാണ്. ആ സമയത്താണ് റസൂൽ കയറി വരുന്ന രംഗം. അപ്പോൾ സൈനബ റളിയല്ലാഹു ആ രംഗം വിശദീകരിക്കുന്നുണ്ട്. റസൂലിൻ്റെ ഭാര്യമാരക്കാര്യം പറയുന്നുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു ആ സംഭവം വിശദീകരിച്ച് പറയുന്നത്, ഹത്താ റഫഅത്ത് മതാഅഹ വസരീറഹ, സൈനബ റളിയല്ലാഹുവിൻ്റെ സാധനങ്ങളും കട്ടിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇനി പ്രവാചകൻ വരില്ല, ഇനിയിപ്പോൾ അത് ആവശ്യമില്ല എന്നുള്ള നിലക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫബൈനമാഹിയ ദാത്ത യൗമിൻ ഖായിദത്തും ബിനിസ്ഫിൻ നഹാർ, ഉച്ച സമയമായപ്പോൾ വറഅത്ത് ളില്ലഹു ഖദ് അഖ്ബല, പ്രവാചകൻ്റെ നിഴലിങ്ങനെ കയറി വരുന്നത് കണ്ടു. വീട്ടിൻ്റെ അകത്തേക്ക് നട്ടുച്ച സമയമാണ്, നിഴലാണ് ആദ്യം കയറി വരുന്നത്. ഫഅഅദത്ത് സരീറഹ വമതാഅഹ, അപ്പോൾ സാധനങ്ങളും കട്ടിലൊക്കെ ഒന്നും കൂടി ശരിയാക്കി വെച്ചു. കാരണം പ്രവാചകൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള ഒരു ഹദീസ്. ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ നിഴൽ സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസുമുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവുകൾ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ട് എന്നാണ്. പ്രവാചകന് നിഴലുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ്റെ ശരീരാവയവങ്ങൾക്കൊക്കെ നിഴലുണ്ട്. ആ അർത്ഥത്തിൽ മുടിക്കും നിഴലുണ്ട്. ഇപ്പം മുടിക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിച്ചാൽ ആർക്കും ഉറപ്പുവരുത്താൻ പ്രയാസമില്ലാത്തൊരു വിഷയമാണ്. വലിയൊരു തർക്ക വിഷയം ആകാൻ മാത്രം അതിനൊരു പ്രസക്തിയും ഇല്ല. രണ്ടാമത്തത്, പ്രവാചകൻ്റെ മുടി കത്തിച്ചാൽ കത്തുകയില്ല എന്നും അതുകൊണ്ട് കത്തിക്കേണ്ടതുണ്ടെന്നും കത്തിച്ച് പരീക്ഷിക്കണമെന്നും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നും ഇതൊക്കെയാണ് ചർച്ച നടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമുക്ക് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പം അങ്കി അണിഞ്ഞിട്ടാണ് പോകാറുള്ളത്. ശത്രുവിൻ്റെ വെട്ടേറ്റ് മുറിവേൽക്കാതിരിക്കുവാനുള്ള സുരക്ഷാ കവചമാണ് അങ്കി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ശത്രുക്കൾ വെട്ടിയിട്ടുണ്ട്, മുറിവേൽക്കുകയും പല്ലിന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റസൂലിൻ്റെ ചരിത്രത്തിലുണ്ട്. ഒരു തവണ പ്രവാചകൻ വീണ കാരണത്താൽ പരിക്ക് പറ്റിയ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്.
പ്രവാചകൻ്റെ മുടി ആളുകൾക്ക് ലഭിച്ചു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മുണ്ടനം ചെയ്തതുകൊണ്ടാണ്. അതല്ലെങ്കിൽ മുടി കിട്ടുമായിരുന്നില്ല. അപ്പോൾ മുടി മുറിച്ചാൽ മുറിയുമെന്നും ശരീരത്തിൽ വെട്ടിയാൽ പരിക്കേൽക്കുമെന്നുള്ളതും വളരെ വ്യക്തമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുടി തീയിലിട്ടാൽ കത്തുകയില്ല എന്ന് പറഞ്ഞ ഒരു രേഖയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ തലമുടിക്കായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന ഒരു രേഖയില്ല. അതേ സമയത്ത് പ്രവാചകൻ പറഞ്ഞൊരു വചനമുണ്ട്, നബിമാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ, ആ വാക്ക് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് നബിമാരുടെ ശരീരം മണ്ണ് തിന്നുമോ ഇല്ലയോ എന്ന് പരിശോധിച്ചറിയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ സംഭവിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. എന്നാൽ ഇതേപോലെ എൻ്റെ മുടി കത്തുകയില്ല എന്നൊരു വചനം അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് രേഖയായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് പിൽക്കാലത്തുള്ള ചില ആളുകളിൽ നിന്ന് അങ്ങനെയുള്ള ചില കഥകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ബാസി ഒരു ഖലീഫുണ്ട്, മുഖ്തദിർ ബില്ല. ആ മുസ്തർഷിദ് ബില്ല അബ്ബാസി ഖലീഫയെ ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വരികയും, ബാത്തിനിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം പിഴച്ച വിഭാഗമാണ്, അത്തരമൊരു സംഘം വന്നു, അദ്ദേഹത്തെ ആക്രമിച്ചു, കൊന്നു. ഈ കൊന്ന ആളുകളെ ജനങ്ങൾ പിടികൂടുകയും അവസാനം അവരെ തീയിലിട്ട് കത്തിക്കുകയും ചെയ്തു. അതാണ് കഥയുള്ളത്. ആ ബാത്തിനിയാക്കളിൽപ്പെട്ട ഓരോരുത്തരും കത്തി മരിച്ചെങ്കിലും ഒരാൾ മാത്രം, ഒരാളുടെ കൈ എങ്ങനെയാലും തീര് വീഴുന്നില്ലാതാണ്. അവർ വീണ്ടും വീണ്ടും അത് തീയിലിട്ടിട്ടും അത് കത്തുന്നില്ല. അങ്ങനെ അവസാനം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കയ്യിനുള്ളിൽ കുറച്ച് മുടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയായിരുന്നു. അതുകൊണ്ടാണ് ആ കൈ മാത്രം കത്താതിരുന്നത്. ഇതാണ് ഒരു കഥ. മറ്റൊന്ന്, ബജ്കൂം എന്ന് പറയുന്ന സിറിയയിലെ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു യുവാവ് വന്നു. എന്നിട്ട് ആ യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് പറഞ്ഞുകൊണ്ട് മുടി കൊടുത്തു. ഇയാൾ ആ മുടി വാങ്ങി കൊണ്ടുവന്ന വ്യക്തിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഈ യുവാവ് പോയ ശേഷം സദസ്സിലുള്ള ആരോ പറഞ്ഞു, ഇത് അയാളുടെ കുടുംബത്തിൻ്റെ ആരെങ്കിലും മുടിയായിരിക്കൂലേ. അപ്പം ഭരണാധികാരി അത് കേട്ടപ്പോൾ അയാൾക്ക് സംശയമാവുകയും എന്നെ വഞ്ചിച്ചോ എന്നുള്ള നിലക്ക് ഈ വ്യക്തിയോടുള്ള വിദ്വേഷം അയാൾക്കുണ്ടാവുകയും ചെയ്തു. വിവരമറിഞ്ഞ ഈ യുവാവ് തിരിച്ചു വന്നിട്ട് ആ മുടി തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഇതേ മുടി കൊണ്ടുവരുത്തി. എന്നിട്ട് അമീറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇയാൾ തീ കൊണ്ടുവരാൻ പറയുകയും കത്തിക്കുകയും ചെയ്തു. അത് കത്തിയില്ല. അത് കത്താതിരുന്നപ്പോൾ ആ പ്രവാചകൻ്റെ മുടി തന്നെയാണ് എന്നവർ പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള രണ്ട് കഥകളാണ് ഇതിലുദ്ധരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഹിക്കായത്തുകളും കഥകളുമാണ്, വ്യക്തമായ രേഖകളോ തെളിവുകളോ അല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ സവിശേഷത എന്ന നിലയ്ക്ക് പ്രവാചകൻ അങ്ങനെ പറഞ്ഞതോ സ്വഹാബികൾ അങ്ങനെ പ്രഖ്യാപിച്ചതായ സംഭവങ്ങൾ നമുക്ക് കാണുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ചില ആളുകൾ മുടി കത്താത്തത് കൊണ്ട് നബിയുടേതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തി എന്നതുകൊണ്ട് റസൂലിൻ്റെ മുടി അല്ല എന്നോ കത്താതിരുന്നത് കൊണ്ട് പ്രവാചകൻ്റേത് തന്നെയാണ് മുടിയെന്ന് പറയാനോ മതപരമായിട്ട് നമുക്ക് മാർഗമൊന്നുമില്ല. അപ്പോൾ അതൊരു ഇസ്ലാമികമായ മാനദണ്ഡമല്ല എന്നർത്ഥം. പിന്നെ നീളം, അതും പ്രവാചകൻ്റെ മുടിയുടെ നീളം കൃത്യമായും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളത്തെ പറ്റി വന്ന റിപ്പോർട്ടുകൾ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് വായിച്ചാൽ മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം, ചിലപ്പോൾ പ്രവാചകൻ്റെ മുടി ചെവിയുടെ പകുതി വരെയാണ്, ചിലപ്പോൾ ചെവിക്കുറ്റി വരെയാണ്. ചെവിക്കുന്നി എന്ന് പറയുമ്പോൾ ചെവിൻ്റെ താഴെ വരെ എത്തും. മറ്റ് ചില സന്ദർഭങ്ങളിൽ പെരടിയുടെയും ചെവിയുടെയും ഇടയിലാണ് വരുന്നത്. അബൂഷാമ പറയുന്നൊരു സംഗതിയുണ്ട്. അബൂഷാമ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന ഇമാം ബുഖാരിൻ്റെ ഉസ്താദാണ്. അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ട് പറഞ്ഞ കാര്യം സുയൂത്തി ഇമാം അദ്ദേഹത്തിൻ്റെ ഷമായിൽ ഷരീഫയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ഉദ്ധരിച്ചിട്ട് അവസാനം പറഞ്ഞത് ഏറ്റവും കൂടിയത് ചുമല് വരെ എത്തുന്ന മുടിയാണ്. ചുമലിൽ നിന്ന് അങ്ങോട്ട് പിന്നെ മുടി ഇറങ്ങിയിട്ടേ ഇല്ല. അതാണ് ഏറ്റവും കൂടിയ രൂപമുള്ളത്. എന്തുകൊണ്ട് മുടി ഇറങ്ങിയില്ല? രണ്ട് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ചില ആളുകളുടെ മുടിയുടെ വളർച്ച അത്രേ ഉണ്ടാവുള്ളൂ. ഒരു ഘട്ടം എത്തിയാൽ പിന്നെ
വളരില്ല, അതുകൊണ്ട് അവിടെ അവസാനിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ വെട്ടിക്കളയാറുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നൊരു സംഗതിയുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിക്ക് പോയ വർഷം മുടി കളഞ്ഞുകൊണ്ടാണ് ഹുദൈബിയ മെഹ്റാമിൽ നിന്ന് വിരമിച്ച് തിരിച്ചു പോന്നത്. അടുത്ത വർഷം ആ ഉംറ ഖളാ വീട്ടാൻ വേണ്ടി, ഉംറത്തുൽ ഖളാ, അടുത്ത വർഷം ചെന്ന് ഉംറ ചെയ്യാമെന്നാണ് കരാർ അനുസരിച്ചുകൊണ്ട് പിറ്റേ വർഷം പ്രവാചകൻ പോവുകയും ഉംറ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വർഷവും മുടി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ വർഷം, അതിൻ്റെ അടുത്ത വർഷം പ്രവാചകൻ ഉംറ ചെയ്തിട്ടുണ്ട്. ആ ഉംറയിലും മുടി കളഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള വർഷമാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് നടന്നത്. ആ വർഷം അള്ളാഹുവിൻ്റെ റസൂൽ പോയിട്ടില്ല. അതിൻ്റെ ശേഷമുള്ള വർഷം പ്രവാചകൻ്റെ നേതൃത്വത്തിൽ ഹജ്ജ് നടന്നു. അപ്പോൾ 2 വർഷക്കാലത്തെ വളർച്ച മാത്രമേ ഏതുള്ളൂ, പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ സമയത്തേക്കുള്ള മുടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഹജ്ജിൻ്റെ സമയത്ത് കളഞ്ഞ മുടിയാണ് ആളുകൾക്ക് എന്ത് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പരിഗണിച്ചാലും 2 വർഷത്തോളമുള്ള വളർച്ച മാത്രമാണ് ആ മുടിക്ക് വരുന്നുള്ളൂ. അതിനേക്കാൾ ഏറെ വളർച്ചയില്ല. അപ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ച അനുസരിച്ചും ഈ ചരിത്രമനുസരിച്ചും വരുന്നത്, ചുമലിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ള മുടി ഒരിക്കലും പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. 2 വർഷക്കാലത്തെ വളർച്ച മാത്രമുള്ള മുടിയാണ് പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വദാഇൽ ആളുകൾക്ക് കിട്ടിയിട്ടുള്ള മുടി എന്നാണ്. അപ്പോൾ നിലവിലുള്ള ഈ 75 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്നൊക്കെ പറയുന്ന മുടി ഒരിക്കലും പ്രവാചകൻ്റേതല്ല എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമത്തത്, ഇത് വലിയൊരു മുടിക്കെട്ടിൽ നിന്നാണ് ഈ മുടി മുറിച്ചു കൊടുത്തിട്ടുള്ളത്. അത്രയും എണ്ണം അധികം മുടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുടി എന്ന നിലക്ക് ഇക്കാലത്ത് ഒരാളുടെ കൈവശം ഉണ്ടാവുക എന്നതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഏതാനും മുടികൾ ഒരാൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത് വലിയൊരു മുടിക്കെട്ട് തന്നെ പ്രവാചകൻ്റേത് ഇക്കാലത്തുള്ള ഒരാളുടെ കൈവശത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ്റേതാണെന്ന് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും പ്രവാചകൻ്റെ മുടിയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മാനദണ്ഡമല്ല എന്നാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. ആധുനികരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ചൊക്കെ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഏകദേശം ഒരേ സ്വരത്തിൽ പറയുന്നത്, ലോകത്ത് പല സ്ഥലങ്ങളിലും പ്രവാചകൻ്റേതെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന മുടികളുണ്ട്. പക്ഷേ അവകാശപ്പെടുന്നവർക്കൊന്നും തന്നെ അത് പ്രവാചകൻ്റേതാണ് എന്ന് ഉറപ്പുവരുത്താവുന്ന രേഖകളൊന്നും അവർ കയ്യിലില്ല. അവകാശവാദങ്ങൾ മാത്രമാണ്. എത്രത്തോളം തുർക്കി മ്യൂസിയത്തിലുള്ള മുടികൾക്ക് പോലും പ്രവാചകൻ്റേതാണെന്ന് കൃത്യമായും സ്ഥിരീകരിക്കുന്ന രേഖകളില്ല എന്നാണ് അത് സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത്. അൽ-ആസാറുൻ നബവിയ്യ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥകർത്താവ് തുർക്കി മ്യൂസിയത്തിലുള്ള ഓരോന്നിനെ പറ്റിയും വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അതിൽ ചിലപ്പോൾ പ്രവാചകൻ്റേതാകാൻ സാധ്യതയുള്ളതുണ്ടാകാം, പക്ഷെ അത് പ്രവാചകൻ്റേതാണോ അല്ലയോ എന്ന് വേർതിരിച്ച് തീരുമാനിക്കാനുള്ള തെളിവുകളൊന്നും ലഭിക്കുന്നില്ല എന്നാണ്. അതാണ് ഇപ്പോൾ മുടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമായി നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു മുടി എന്നത് പ്രവാചകൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത കാലം വരെ പ്രവാചകൻ്റേതെന്ന് പറയുന്നത് അത് വ്യാജവുമാണ്, പ്രവാചകൻ്റെ പേരിൽ ആരോപിക്കലുമായി തീരുകയും ചെയ്യും.